അത് നമ്മള് വന്ന നേരം നല്ലതാട്ടോ. ആരും ഇല്ല, എഴുമാഷ് മാത്രമേ ഉള്ളൂ. ആദ്യം നോക്കണ്ട, നോക്കിയൊക്കെ ജയിച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾ നോക്കി നോക്കിയാ ഇന്റത് 7A ഉണ്ണികൃഷ്ണൻ ഉണ്ടോ? 7A ഉണ്ണികൃഷ്ണൻ കാണില്ല. ഉണ്ണികൃഷ്ണൻ ഇല്ല കേട്ടോ. ഉമ്മറ് വിജയൻ, സുപ്രിയ, പ്രകാശ്, പ്രമോദ്. എനിക്കിനി മാഷത്തുനിന്ന് എന്തൊക്കെയാ കേൾക്കേണ്ടതെന്ന് അറിയില്ല. കുട്ടിയാണെങ്കിൽ ഒരു വാസ്തവം പഠിക്കൂല. അല്ല നൗഷാദ്, ഇന്ന് മെയ് 2 നമ്മളെ ചെക്കന്മാരെ റിസൾട്ട് അറിയുന്ന ദിവസം. രാവിലെ വരേണ്ടതാണ്. ഞാൻ ഉച്ചയ്ക്കായി വരേണ്ടത്. കാരണം എന്താ വെച്ചാൽ ഇന്ത്യ എന്തായാലും തോൽക്കുന്ന ഉറപ്പാവുന്നുണ്ട്. എനിക്ക് വിശ്വാസമുണ്ടോ എൻ്റെ മകൻ ജയിക്കുന്നു? എൻ്റെ ചെക്കനൊക്കെ അത്യാവശ്യം മാർക്ക് കാര്യങ്ങൾ ചെക്കനാണ്. ഓൻ തോറ്റാൻ ഞാൻ കുടുങ്ങി. ഓൻ എന്തായാലും ജയിക്കുന്നു എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പതുക്കാൻ വന്നത്. എനിക്ക് പതുക്കെ അറിഞ്ഞാലും മതിയല്ലോ. എൻ്റെ ചെക്കൻ ഉറപ്പാണ്. എനിക്ക് എൻ്റെ ഉറപ്പും ജയിക്കുന്നതൊക്കെ നല്ല ഉറപ്പാണ്. ഞാൻ തോറ്റ് കഴിഞ്ഞാൽ ഹെഡ് മാസ്റ്റർ ഇങ്ങനെ ഞാൻ പേച്ച് അതാ പേര്. അയാൾ ആ മുന്നേ തന്നെ ഉണ്ടാവും. എന്താ പറ്റി നിന്റെ ചെക്കനൊക്കെ നമ്മളൊക്കെ ഹെഡ് മാസ്റ്ററിനെ കാണേണ്ട കാര്യമില്ല. എന്തായാലും ജയിക്കുന്ന ഹെഡ് മാസ്റ്ററിനെ അറിയാം. മെയ് 2 എൻ്റെ മോന് എപ്പോഴും പനി പിടിച്ച് കിടക്കണ ദിവസമാണ്. കാരണം ഓനറിയാം ഓൻ തോൽക്കുന്നു. നമ്മളെത്രയും പറഞ്ഞു കൊടുത്തിട്ടും പഠിക്കും. അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ലാന്ന്. ജയിച്ചിട്ടുണ്ടാവും. ഓനൊക്കെ ജയിച്ചിട്ടുണ്ടാവും. ഇതിൽ പോരും. അത് നോക്കിയിട്ട് കാര്യമില്ല. വാ പോവാ. ഓൻ ജയിച്ചിട്ടുണ്ടാവും. ദൈവമേ, അകത്തേക്ക് കിടക്കുകയാണേ, ജയിപ്പിച്ച് തരണേ ചെക്കനെ. ഹാവ് ആരുമില്ല. ഇന്റത് 7A ഉണ്ണികൃഷ്ണൻ ഉണ്ടോ? 7A ഉണ്ണികൃഷ്ണൻ കാണില്ല. ഉണ്ണികൃഷ്ണൻ ഇല്ല കേട്ടോ. ഉമ്മറ് വിജയൻ, സുപ്രിയ, പ്രകാശ്, പ്രമോദ്. 7A കാണില്ലടാ. എൻ്റെ ചെക്കൻ്റെ നോക്കട്ടെ. ഉണ്ടോ? ആ ഉണ്ട് 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 14 റഫീ കിട്ടി. ആ എൻ്റെ ചെക്കനുണ്ട്. എൻ്റെ ചെക്കനുണ്ട്. ആ എൻ്റെ ചെക്കനുണ്ട്. ഭാഷ കണ്ട് ചോദിച്ചോ കൂടി. ജയിച്ചോ? ജയിച്ചു ജയിച്ചു ജയിച്ചു. ചെക്കൻ ജയിച്ചു. എൻ്റെ ജയിച്ചു. അല്ല, എൻ്റെ ചെക്കൻ്റെ പേര് അതിൽ കാണാനില്ല. അതിൽ പേരില്ലെങ്കിൽ ജയിച്ചിട്ടില്ല. ജയിച്ചവരുടെ പേരാണ് അവിടെ ലിസ്റ്റിൽ നോക്കിയിട്ടുള്ളത്. അല്ല മാഷെ, എൻ്റെ കുട്ടിക്കും വേണ്ട ജയിക്കുക. അതുകൊണ്ട് ചോദിക്കുക. അതിന് പേരൊന്നും കാണാനില്ല. ഓ 6ാം ക്ലാസ്സിൽ ഇതിനു മുന്നേ ഒരു കൊല്ലം ഇരുന്നത്. ഇപ്പൊ 7ൽ ഒരു കൊല്ലം കൂടി ഇരിക്കാന്നൊക്കെ പറഞ്ഞത്. പഠിപ്പിക്കണം കുട്ടികളെ. തറവോളം പഠിപ്പിക്കാം. അതുപോലെ തന്നെ കുട്ടികളെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ ഉപ്മാവുന്നാൽ മാത്രം സ്കൂളിലേക്ക് പറഞ്ഞേക്കുക, പിന്നെ രക്ഷിതാക്കളെ ശ്രദ്ധിക്കാതിരിക്കുക. അതാണ് കുട്ടികൾക്ക് പറ്റുന്ന അബദ്ധം. അതുകൊണ്ട് അവരുടെ ഭാവി ജീവിതത്തിലേക്ക് അവർക്ക് കാൽ വെക്കണമെങ്കിൽ വീട്ടിൽ നിന്ന് രക്ഷിതാക്കളെ ശ്രദ്ധിക്കണം. രക്ഷിതാക്കൾ ശ്രദ്ധിക്കണമെന്ന് പറയാൻ മാഷ, ഞങ്ങൾക്ക് ഓൻ്റെ അമ്മയ്ക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ വല്ല വിവരം വേണ്ട. അതെന്താ നിങ്ങൾ ചിന്തിക്കാത്തത്? നിങ്ങൾ രാവിലെ കൂലിപ്പണിക്കൊക്കെ പോകുന്ന ആൾക്കാരല്ലേ. സാർ ഒരു പ്രാവശ്യം കൂടി ക്ലാസ്സിൽ ഇരിക്കട്ടെ. അറിവിൻ്റെ കാര്യത്തിൽ മാഷ ഞങ്ങൾ പാവങ്ങളാണ്, പച്ച പാവങ്ങളാണ്. വിജ്ഞാനത്തിൽ പണക്കാരനാവാനാണ് വേണ്ടത്. എടോ, തൻ്റെ പേര്? എൻ്റെ പേര് നൗഷാദ്. തന്നോടല്ലടോ ചോദിച്ചത്, ഇയാളുടെ പേരാ ചോദിച്ചത്. എൻ്റെ പേര് പ്രമോദ്. ജീവിതത്തിൽ പരാജയം ഉണ്ടാവും, തോൽവി ഉണ്ടാവും. അതൊന്നും വിഷമിക്കണ്ട. സ്കൂൾ തുറക്കുന്ന സമയത്ത് മണ്ടന്മാരുടെ ഒരു പരീക്ഷ ഉണ്ട്. അതിന് മോനോട് എഴുതാൻ പറയാം. അതിൽ വിജയിക്കും. അതിന് വിഷമിക്കണ്ട എന്ന് പറയും. അത്രയ്ക്കും തിരുമണ്ടനാണോ മാഷ എൻ്റെ മോന്? അല്ലാതെ എന്ത് ചെയ്യാനാ? പഠിക്കാത്തവരെ പഠിപ്പിക്കുന്ന ഒരു സംവിധാനമാണ് ഈ മണ്ടൻ പരീക്ഷ. ഇടയിൽ കയറിയുള്ള സംസാരം ഉണ്ടല്ലോ, അത് നിർത്തിക്കോ. നിൻ്റെ അതേ സ്വഭാവം നിൻ്റെ മോനുണ്ട്. തോക്കിൽ കയറി വെടിവെക്കുന്ന സ്വഭാവം. അപ്പം അതുകൊണ്ട് ഇനി അത് ആവർത്തിച്ചാൽ അവനെ ആ ചൂരലെടുത്ത് ചന്തിക്ക് പ്രയോഗിക്കേണ്ടി വരും. പരീക്ഷ പാസ്സാക്കാനേ ഞങ്ങളെ കൊണ്ട് കഴിയുള്ളൂ. ജീവിതത്തിൽ പരീക്ഷ ജയിപ്പിക്കണമെങ്കിൽ രക്ഷിതാക്കളായ അച്ഛനും അമ്മയും വിചാരിച്ചാൽ മാത്രമേ കഴിയൂ. അതുകൊണ്ട് അവനെ സമൂഹത്തിൽ നല്ലൊരു മനുഷ്യനാക്കാൻ നോക്കി. വിജയത്തിന്റെ വലിയ തുടക്കം സമൂഹത്തിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നുമാണ്.